എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയപിക്സ്. തലേന്ന് അരച്ചു വെക്കാതെ രാവിലെ എണ്ണീറ്റ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതുപോലെ വളരെ തിന്നായിട്ടുള്ള അപ്പമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുക്കാത്ത അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയും ഒന്നും അരിപ്പൊടി കണ്ടിട്ട് ഇത് ഉണ്ടാക്കിയാൽ അത്ര നന്നായിട്ട് വരില്ല. ട്രഡീഷണലി നമ്മളിത് അരി കുതിർത്ത് 2 മണിക്കൂർ പച്ചരി കുതിർത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത്. നമ്മളിന്നിപ്പോൾ ഒരു ഷോർട്ട് കട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കുറുകിയ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയുടെ അരമുറി പാലെടുത്താൽ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, എന്നാലും പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് വരിക. ഇത് ഇത്രയും നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. മിക്സി ചൂടാവാതെ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസിനും ചൂട് പാടില്ല. നമുക്കിനി ഇതൊരു അരിപ്പയിൽ കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്തെങ്കിലും തരി ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഒരുപാട് അങ്ങ് ടൈറ്റായിട്ടുള്ള ബാറ്റർ അല്ല വേണ്ടത്, അത്യാവശ്യം നല്ല ലൂസായിട്ടൊരു ബാറ്ററാണ് വേണ്ടത്. നമുക്കിത് അടിചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും നല്ല കട്ടിയുള്ളൊരു ബാറ്ററാണ്. നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ മൊത്തം ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് കുറുകിയ തേങ്ങാപ്പാലും 1/4 കപ്പ് വെള്ളം. നിങ്ങളുടെ കയ്യിൽ ലൂസായിട്ടുള്ള 2ാം പാലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണിത് കലക്കിയെടുത്തിരിക്കുന്നത്. ഇതിലും കട്ടിയായിട്ട് നമ്മൾ കലക്കാൻ പാടില്ല. ഇനി ഒരു 15 മിനിറ്റ് എങ്കിലും ഇതങ്ങനെ ഒന്ന് ഇരിക്കട്ടെ, എന്നാലേ ആ ഒരു പൊടിയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ വെള്ളവും പൊടിയുമായിട്ട് കിടക്കും. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിൽ നമുക്കിത് ചുട്ടെടുക്കാം. ഇതുപോലെ അരിവുള്ള ഒരു പാൻ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ചുറ്റിച്ച് കൊടുക്കുക. നല്ല കനം കുറച്ച് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഒരു 10-20 സെക്കൻഡിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ നല്ല കനം കുറച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാം. തിരിച്ചിടേണ്ട ഒന്നും ആവശ്യമില്ല. ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ചുറ്റിച്ചെടുക്കാനായിട്ട് റൈറ്റ് സൈഡിൽ ഇതുപോലെ ബാറ്റർ വെച്ചിട്ട് വലത് കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക, ഇടത് കൈ കൊണ്ട് ചുറ്റിച്ചെടുക്കുക. ഇത് പറയാൻ കാരണം നമ്മൾ ഒഴിച്ചിട്ട് സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങ് നല്ലപോലെ കട്ടിയായി പോകും. അതുപോലെ തന്നെ ഫ്ലെയിമിൻ്റെ കാര്യവും ശ്രദ്ധിക്കുക. ഫ്ലെയിം എപ്പോഴും മീഡിയം ലോയിൽ വെക്കുക. ഒരുപാട് അങ്ങ് തീ കുറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് വരില്ല. അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മീഡിയം ലോയിൽ വേണം നമ്മളിത് വെക്കാനായിട്ട്. നമ്മൾ ഈ പറഞ്ഞ അളവിന് നമുക്കൊരു 13-14 അപ്പം ചുട്ടെടുക്കാം. ഒരു 2 പേർക്കുള്ള അളവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അപ്പത്തിൻ്റെ പേരാണ് വീശപ്പം അല്ലെങ്കിൽ പാലാട. എത്ര പേര് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റും സോഫ്റ്റ്നെസ്സും എപ്പോഴും നമ്മൾ അരി അരച്ചുണ്ടാക്കുമ്പോൾ തന്നെയാണ്. എങ്കിലും സമയമില്ലാത്തപ്പോൾ ഇങ്ങനെയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഉള്ളി വഴറ്റാതെ കുക്കറിൽ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന മുട്ടക്കറി ഇതിൻ്റെ കൂടെ കറക്റ്റാണ്. റെഡ് കളറിലുള്ള മുട്ടക്കറി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.